ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity. Hi, hello, very good evening and welcome to Red Carpet on Australia FM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം and it's me RJ അനുഷ. അപ്പോൾ ദാ വീണ്ടും ഒരു സൺഡേയിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സെലിബ്രിറ്റി ആരാണെന്ന് അറിയാനായിട്ട് എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും ദാ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, ഹൃദയം എന്ന സിനിമ കണ്ടവർ ആർക്കും മറക്കാൻ സാധിക്കാത്ത ഒരു ക്യാരക്ടർ റോള് സമ്മാനിച്ച ഒരു ആക്ടറാണ്. യെസ്, സെൽവ എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇടം നേടിയ കലേഷ് രാമാനന്ദാണ് എന്ന റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ചേരുന്ന ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. വെൽക്കം ചെയ്യാം കലേഷ് ചേട്ടനെ. ഹായ് ചേട്ടാ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഹായ് അനുഷ, നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എന്റെ അടുത്ത സിനിമ റിലീസാവാൻ പോവാണ്. അത് മെയ് മാസമാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രൊമോഷൻസ് തുടങ്ങാനിരിക്കുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ. ഓക്കെ. ആക്ച്വലി ഹൃദയം എന്ന സിനിമയിലെ ആ ഒരു സെൽവ എന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ റോൾ ആയിരുന്നു ഹൃദയത്തിൽ ചേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്ന സെൽവ എന്ന ക്യാരക്ടർ റോൾ. ആക്ച്വലി കലേഷ് രാമാനന്ദ് എന്ന പേരിനേക്കാൾ സെൽവ എന്ന പേര്, ആ ഒരു വേഷത്തിലൂടെ കിട്ടിയ ഒരു പോപ്പുലാരിറ്റി അതൊന്ന് വേറെ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും അനുഷ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം എന്നെ കലേഷ് രാമാനന്ദ് എന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങളായി എന്നെ അറിയാത്ത, എന്നെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് പോലും ഞാൻ സെൽവയാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു എന്താ പറയണ്ടേ, ഒരു ലൈഫ് ഡിഫൈനിങ് മൊമെന്റ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് തന്നെ പറയാം. എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു കഥാപാത്രമാണ് സെൽവ. സിനിമയാണ് ഹൃദയം. അത്തരം അങ്ങനെ ഒരു എനിക്കൊരു ജീവിതം തന്ന, അല്ലെങ്കിൽ എൻ്റെ ആർട്ടിസ്റ്റ് എന്ന കരിയറിന് വേണ്ടിയിട്ട് ഒരു തുടക്കം തന്ന വിനീത് ശ്രീനിവാസൻ എന്ന വിനീതേട്ടന് ആണ് എല്ലാ നന്ദിയും പറയേണ്ടത്. ശരിക്കും ഹൃദയം എന്ന സിനിമ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല പല തലങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൃദയം സിനിമയിലേതുപോലെയുള്ള ആത്മാർത്ഥമായ സൗഹൃദങ്ങളെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഹൃദയത്തിലുണ്ടായിരുന്ന പോലത്തെ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും സുഹൃത്തുക്കളായിരുന്നു എന്നും എൻ്റെ എന്താ പറയണ്ടേ, എൻ്റെ സ്ട്രെങ്തും എൻ്റെ വീക്ക്നെസ്സും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ, നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമുക്ക് ഏറ്റവും എന്താ പറയണ്ടേ, നമ്മളെ ഏറ്റവും അറിയാവുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സുഹൃത്തുക്കളുടെ ഒപ്പമായിരിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. സ്കൂൾ ടൈം മുതലേ എനിക്ക് വളരെയധികം എന്താ പറയണ്ടേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരു 3-4 പേരുണ്ട്. അവരുമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സൗഹൃദം ഞാൻ തുടരുന്നത്. കോളേജിലും അതേപോലെ തന്നെ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പം അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യത്തിന് ഈ ഹൃദയത്തിൽ കാണിക്കുന്ന പോലെ എന്താ പറയണ്ടേ, കുറെ അരിയേഴ്സ് അല്ലെങ്കിൽ കുറെ സപ്ലി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയണ്ടേ, നല്ലപോലെ പഠിക്കുകയും ചെയ്യും, അതേസമയം നല്ലപോലെ എൻജോയ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗാങ് ആയിരുന്നു എന്റേത്. സെൽവ എന്ന ക്യാരക്ടർ അടിപൊളിയായിരുന്നു. സിനിമയുടെ പേര് പോലെ തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ ഈ ഒരു പേര്, സെൽവ എന്ന പേര്, സിനിമയില് പ്രണവ് തന്റെ മകൻ ഇടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സീൻ വെച്ചിട്ട് ഒരുപാട് ട്രോൾസും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സീൻ സിനിമയിൽ വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അയ്യോ, ഒരിക്കലും ഇല്ല കേട്ടോ. ട്രോൾസ് ഒക്കെ നമ്മൾ കാണും. നമ്മളെ കുറിച്ചുള്ള ട്രോൾസ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കണ്ട് ചിരിക്കുക, ഒരു 2 സെക്കൻഡ് അത് നോക്കിയിരിക്കുക. അത് കഴിഞ്ഞാൽ മേ ബി ഒരു 4 പേർക്ക് അത് ഫോർവേഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മറക്കും. സിനിമയിൽ കാണുന്ന രംഗം അങ്ങനല്ല. നമ്മൾ ആ സമയത്ത് തിയേറ്ററിൽ ഇരുന്ന് അത് കാണുമ്പോഴുള്ള നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. ഇൻഫാക്ട് ആ സീനിനെ കുറിച്ച് തന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ആ സീൻ ഭയങ്കര ഫീലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അത് ആ സമയത്ത് സിനിമ ഇറങ്ങിയ സമയത്ത് കുറെ പേര് എൻ്റെ അടുത്ത് നേരിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും കുറേ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട് ആ സീനിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് ഇൻഫാക്ട് ഞാൻ ഇതിന്റെ
കഥ കേൾക്കുന്ന സമയത്ത് പോലും വിനീതേട്ടൻ ഇതിന്റെ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ നരേഷന്റെ സമയത്ത് ഫസ്റ്റ് ഹാഫിൽ തന്നെ സെൽവ മരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഇനിയിപ്പം നമ്മുടെ കഥാപാത്രത്തിന് എവിടെയും ഒരു റോളില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിലെ കഥ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആയിരുന്നു. ഇങ്ങനെ അരുൺ എന്ന നായക കഥാപാത്രത്തിന് ഒരു കുഞ്ഞുണ്ടാവുന്നു, ആ കുഞ്ഞിനെ എന്ത് പേരിടണം എന്ന് ആലോചിക്കുന്ന സമയത്ത് അരുൺ കണ്ണടച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആദ്യം അരുണിന്റെ ആത്മാർത്ഥ സുഹൃത്തായ സെൽവയുടെ മുഖമാണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അത് തിയേറ്ററിൽ കാണുമ്പോഴും അതേ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. ഇൻഫാക്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പല ആളുകളും ഇന്നും ആ സിനിമ ഹൃദയം TV-യിൽ വരുമ്പോൾ അതിൻ്റെ TV-യുടെ ഫോട്ടോ എടുത്തിട്ട് എന്നെ ടാഗ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. അപ്പോഴും ആളുകൾ പറയാറുണ്ട് അതിനകത്ത് സീൻസിനെ കുറിച്ചും ഈ പറയുന്ന പേരിടുന്ന സീനിനെ കുറിച്ചും എല്ലാം പലരും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ട്രോൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ 100 പേര് നല്ലത് പറഞ്ഞാലും ചിലപ്പോൾ 10 പേര് പറയുന്ന ചീത്ത അല്ലെങ്കിൽ 10 പേരുടെ ട്രോൾസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. അത് ചെയ്യാതിരിക്കുക. ജീവിതത്തിൽ എന്താ പറയണ്ടേ, നെഗറ്റിവിറ്റിയിൽ അധികം ഫോക്കസ് ചെയ്യാതെ പോസിറ്റിവിറ്റി എവിടെ നിന്നാണോ കിട്ടുന്നത് അതിലേക്ക് ഫോക്കസ് ചെലുത്തി, അതിലേക്ക് ശ്രദ്ധ ചെലുത്തി അതിൻ്റെ കൂടെ പോകാൻ നോക്കുക. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കമന്റ്സ് ഒരു 100 നല്ല കമന്റ്സ് വരും. ഒരാൾ എന്തെങ്കിലും ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലായിരിക്കും നമ്മൾ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ട്രോള് കാരണം ആ സീൻ വേണ്ടാന്നൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇൻഫാക്ട് അത് എൻ്റെ ജീവിതത്തിൽ തന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സീൻസ് ആണ്. സിനിമയിലേക്ക് കടന്നു വരുന്ന എല്ലാ പുതുമുഖ താരങ്ങളോടും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അതായത് എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി? ചെറുപ്പം തൊട്ടേ സിനിമ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹവും എൻ്റെ സ്വപ്നവും എല്ലാം. സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കുറേ ഡ്രാമയൊക്കെ ചെയ്യുമായിരുന്നു. മൈം, സ്കിറ്റ്, അത്യാവശ്യം പാട്ട് പാടുമായിരുന്നു, ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ ആഗ്രഹത്തിന്റെ പുറത്താണ്. ഇത്രയും ഒക്കെ ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടോ അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടോ എന്നൊന്നും അറിയില്ല. ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ പലതും ചെയ്തു തുടങ്ങി. കോളേജിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയണ്ടേ, നമ്മളുടെ സ്റ്റേജ് പെർഫോമൻസസ് കണ്ട് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, കൈയടിക്കുമ്പോൾ നമുക്ക് അതൊരു ലഹരിയാണ് സത്യത്തിൽ. നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ഏറ്റവും സന്തോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം തൊട്ട് നമ്മൾ പിന്നീട് സ്റ്റേജ് ഡ്രാമകളും അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണം എന്ന ആഗ്രഹം അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നീട് കോളേജിന് ശേഷം അത്യാവശ്യം ഒരു 10 വർഷം നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ഹൃദയം വരെ എത്തി നിൽക്കാൻ. അതിനു മുമ്പ് ആ 10 വർഷം കാലത്തിൽ ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ജൂനിയർ ആർട്ടിസ്റ്റായി പല സിനിമകൾക്ക് നിന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. അവസാനം ഹൃദയത്തിലൂടെ ഒരു വലിയൊരു ബ്രേക്ക് കിട്ടി. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് മോട്ടിവേഷൻ നൽകുന്ന ആരെങ്കിലും ഒക്കെ ലൈഫിൽ കാണുമല്ലോ. ഇപ്പോൾ ചേട്ടന് ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് മോട്ടിവേഷൻ തന്ന ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. എപ്പോഴും നമുക്ക് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മ, നമ്മുടെ രക്ഷിതാക്കൾ ആണ് ആദ്യത്തെ നമ്മുടെ ഇൻസ്പിറേഷൻ അല്ലേ? അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകിയിട്ടുള്ളത് എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സിനിമയിൽ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വല്ലാതെ ഭയന്നിരുന്നു. ഇവനെങ്ങനെ സിനിമയിൽ എത്തിച്ചേരും, നമുക്ക് ആരെയും അറിയില്ലല്ലോ, അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഇവനെ റെക്കമെൻഡ് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അവർക്കറിയില്ല, സിനിമയെ കുറിച്ച് അറിയില്ല, ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയില്ല. അപ്പൊ അത് വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ പിന്നീട് ഞാൻ നാട് വിട്ട് ഞാൻ ചെന്നൈ വന്നു, പിന്നീട് മുംബൈക്ക് പോയി. അത് കഴിഞ്ഞൊരു 2 കൊല്ലത്തിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ചെന്നപ്പോൾ ഞാൻ ചെയ്ത 1-2 നാടകത്തിലെ 1-2 രംഗങ്ങൾ അച്ഛന് അഭിനയിച്ച് കാണിച്ചു. അപ്പോഴാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, മോനെ നീ തിരിച്ചു പൊക്കോ, തൽക്കാലം എന്തായാലും നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഈ കുടുംബം പോറ്റണം എന്നുള്ള ഒരവസ്ഥ നമുക്കിപ്പോ ഇല്ല. അപ്പൊ അതുകൊണ്ട് നീ തിരിച്ച് ചെന്നൈക്കോ മുംബൈക്കോ എവിടെയാന്ന് വെച്ചാൽ പൊക്കോ, നിനക്ക് നല്ല കഴിവുണ്ട്, നീ നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട്, അത്യാവശ്യം എന്താ പറയണ്ടേ അധ്വാനിക്കാനുള്ള ഒരു മനസ്സും നിനക്കുണ്ട്. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഇതിൽ പിടിച്ച് കയറി വരാൻ പറ്റുമോ എന്ന് നോക്ക്, ഒരു 2 വർഷം കൂടി നീ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മോട്ടിവേഷൻ
മോട്ടിവേഷൻ അച്ഛൻ തന്ന ഒരു ഊർജത്തിന്റെ പുറത്താണ് ഞാൻ വീണ്ടും തിരിച്ച് ചെന്നൈക്ക് ചെന്ന് എൻ്റെ എന്താ പറയണ്ടേ ആ ഒരു സ്ട്രഗിൾ തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും ആ അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഒന്നൊന്നായി എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ, ഷോർട്ട് ഫിലിംസ്, അല്ലെങ്കിൽ ഡബ്ബിങ് ഓപ്പർച്യൂണിറ്റീസ്, പല ഡയറക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നു. അപ്പം അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ട് അവരും എൻ്റെ കൂടെ ഞാൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് കൂടുതൽ നല്ല നല്ല നിമിത്തങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാനും ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. അപ്പോൾ ചേട്ടൻ ഓൾറെഡി പറഞ്ഞു ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ടിനെ പറ്റി. ആക്ച്വലി ഈ ഒരു ആക്ടിങ് എന്നതിന് പുറമേ ആയിട്ട് പാരന്റ്സിന് ചേട്ടൻ എന്തായി തീരണമെന്നായിരുന്നു ആഗ്രഹം? സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നത് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു നല്ലൊരു സാലറീഡ് IT ജോബിൽ ചേരണമെന്നൊക്കെ തന്നെയാണ്. അതിപ്പോ എനിക്കൊരു ചേട്ടനുണ്ട്. അപ്പൊ എൻ്റെ ചേട്ടൻ ഇതേപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്ത് US പോയി മാസ്റ്റേഴ്സും MBAയും ഒക്കെ ചെയ്ത് അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിലായ ഒരാളാണ്. അമേരിക്കയിലാണ് ചേട്ടൻ ജീവിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ആലപ്പുഴ SD കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയ ആളാണ്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ ആലപ്പുഴയിലെ SDV സ്കൂൾസിന്റെ മാനേജറാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ കുടുംബത്തിൽ അക്കാഡമിക്സിനാണ് എപ്പോഴും മുൻതൂക്കം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കലാകാരനായി വന്ന് കലയിലൂടെ എൻ്റെ ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ സിനിമയിൽ കയറണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും പേടിയായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞിരുന്നു, എനിക്ക് ഹൃദയമൊക്കെ കിട്ടിയതിന് ശേഷം പോലും അമ്മ പറയുമായിരുന്നു, എന്നാലും ഒരു ശമ്പളമൊക്കെ കിട്ടുന്ന ജോലിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുമല്ലോ ലൈഫിന്. അപ്പോ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു ഭയം ഉള്ളില് അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 2 കൊല്ലമായിട്ട് അത്യാവശ്യം സിനിമകളുണ്ട്, സാമ്പത്തികമായിട്ടൊരു മെച്ചപ്പെട്ട നിലയിലാണ്. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ചേട്ടന്റെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ വടക്കൻ വിജയകരമായിട്ട് ഇങ്ങനെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി വരാനിരിക്കുന്ന പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? അടുത്തതായി ഇറങ്ങാനിരിക്കുന്ന സിനിമ ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത് ചേച്ചിയുടെ ഹസ്ബൻഡ് എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ചേച്ചിയും ഞാനുമാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ചേച്ചിയുടെ ഒപ്പം ഒരു 10-40 ദിവസത്തോളം ഒരുമിച്ച് എല്ലാ സീനിലും ചേച്ചിയും ഞാനുമാണ് ഒരുമിച്ച് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ചേച്ചിയുടെ കൂടെ അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു പ്രോസസ്സ് കണ്ട് പഠിക്കാനുമൊക്കെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു ഞാൻ ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയത്. സിനിമയുടെ പേര് ജഗദമ്മ 7ാം ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റ് എന്നാണ്. അപ്പൊ ആ പേരിൽ തന്നെ അറിയാലോ നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ. 7ാം ക്ലാസ്സിൽ ശരിക്കും സ്റ്റേറ്റ് ഫസ്റ്റ് ഇല്ല. അതെ അതെ ശരിയാണ്. ഞാനും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു 7ാം ക്ലാസ്സിലൊക്കെ സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടോന്ന്. പക്ഷെ ചേച്ചി അങ്ങനെയാണ്, ചേച്ചിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ജഗദമ്മ എന്ന ക്യാരക്ടറാണ്. അപ്പം ജഗദമ്മ അക്കയുടെ സ്വന്തം അൻവർ ആയിട്ടാണ് ഞാൻ കൂടെ ഉള്ളത് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ആ സിനിമ ഇപ്പൊ മെയ് 2-ാം തീയതിയാണ് ഞങ്ങൾ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രൊമോഷൻസ് ഇപ്പൊ താമസിയാതെ ഉടനെ തന്നെ ഏപ്രിൽ മാസം തുടങ്ങും. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്തത് ഫേസസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഫേസസ് അതിലും ഞാൻ നായകവേഷമാണ് ചെയ്യുന്നത്. ഞാനും ഹന്നായുമാണ്, ഹന്ന റെജി കോശിയുമാണ് അതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഒരു പുതിയ നവാഗത സംവിധായകനാണ്, നീലേഷ് എന്നാണ് സംവിധായകന്റെ പേര്. അതൊരു റൊമാൻറ്റിക് ത്രില്ലർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു മിസ്റ്ററി ത്രില്ലറാണത്. അത് ഈ ജഗദമ്മയ്ക്ക് ശേഷം ഒരു 2-3 മാസത്തിനുള്ളിൽ അതും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ 2 സിനിമകളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഓടട്ടെ. ഹൃദയം സിനിമയിലെ സിൽവ എന്ന ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇനി ഇറങ്ങാനിരിക്കുന്ന സിനിമകളിലെ ക്യാരക്ടറും നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായി മാറട്ടെ. അതുപോലെ തന്നെ നല്ല നല്ല വേഷങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ആൻഡ് ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ തരാനായിട്ട് മനസ്സ് കാണിച്ചു, ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു, ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. സോ
ആശ്രയ FM 90യുടെ പേരിലും എന്റെ പേരിലുമുള്ള നന്ദി, ഒരു ബിഗ് താങ്ക്സ് ഒത്തിരി സ്നേഹത്തോട് കൂടി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനുഷ, താങ്ക് യു സോ മച്ച്. അനുഷയ്ക്കും അതേപോലെ ആശ്രയ FM 90യിലെ എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഇപ്പോൾ അനുഷ പറഞ്ഞ പോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. ഞാനതാണ് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും അനുഗ്രഹവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. യെസ്, അപ്പോൾ റെഡ് കാർപ്പറ്റിലൂടെ ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഹൃദയം എന്ന സിനിമയിലെ സെൽവ എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയ, ഹൃദയത്തിൽ ഇടം തേടിയ ആക്ടർ കലേഷ് രാമാനന്ദായിരുന്നു. എന്തായാലും ഇന്നത്തേക്ക് റെഡ് കാർപ്പറ്റിൽ നിന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗുഡ് ബൈ പറഞ്ഞു പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഓൺ ദ വേ ആണ്. കേട്ടറിയാനുണ്ട്, കേട്ട് എൻജോയ് ചെയ്യാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90യിൽ. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.